ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ മുംബൈയിൽ പലയിടത്തും വെള്ളക്കെട്ടാണിപ്പോൾ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുള്ള ഗോവയിൽ സ്കൂളുകൾക്ക് അവധിയും കൊടുത്തു. പാലി വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ 80-ലേറെ സഞ്ചാരികളെ രക്ഷിച്ചുവെന്നും വാർത്ത വരുന്നുണ്ട്. മുംബൈയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും മുംബൈ നഗരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്? മഹാരാഷ്ട്രയുടെ മറ്റു പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ പൊതുവെ ഇന്ന് ശക്തമായ മഴ പെയ്യും എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. മധ്യ മഹാരാഷ്ട്ര, കൊങ്കൺ, മുംബൈ മേഖലകൾ ഇവിടെയൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് മുംബൈയിലാകെ തന്നെ പെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ദാദറിലെയും അന്ധേരിയിലും ഒക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രാക്കിൽ ഈ തരത്തിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ട്രെയിൻ ഗതാഗതത്തെയും ബാധിക്കും. കഴിഞ്ഞ ദിവസം ധാനയിൽ ഈ സബറൻ ട്രെയിനുകളുടെ സർവീസിനെ വെള്ളക്കെട്ട് കാര്യമായി ബാധിച്ചിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് കേരളത്തിലേക്ക് അടക്കമുള്ള ട്രെയിനുകളുടെ യാത്ര അത് വൈകുകയും ചെയ്തിരുന്നു. ഗോവയിലേക്ക് വന്നാൽ ഗോവയിലും ഇന്ന് ശക്തമായ മഴയാണ്. ഗോവയിൽ പക്ഷേ റെഡ് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഗോവയിൽ ആകെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. ചിലയിടങ്ങളിൽ മോപ്പ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രളയ സമാന സാഹചര്യം കൂടി ഉണ്ടായി. ഇന്നലെ പാലി വെള്ളച്ചാട്ടം കാണാൻ പോയ സഞ്ചാരികളാണ് പോകുന്ന വഴിക്കുള്ള നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുടുങ്ങിയത്. ഏതായാലും രാത്രിയോടെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേർന്ന്. മുംബൈയിൽ ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തു. അതിൻ്റെ തുടർച്ചയായി നല്ല വെള്ളക്കെട്ട് ഇപ്പോഴും അനുഭവപ്പെടുകയാണ് എന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ, ഞങ്ങളുടെ ബ്യൂറോ പ്രതിനിധി, റിപ്പോർട്ട് ചെയ്യുന്നത്.